കേരളത്തിലെ ഒട്ടേറെ കുടുംബങ്ങൾ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. അവിഹിത ബന്ധങ്ങളും സംശയരോഗവും ഒക്കെയാണ് പിന്നീട് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിക്കുന്നത്. കോട്ടയം അടിച്ചിറയിലെ പ്രവാസിയുടെ ദുരൂഹമരണത്തിന് പിന്നിലും കുടുംബ പ്രശ്നങ്ങളാണ് കാരണം. അടിച്ചിറ സ്വദേശി ലൂക്കോസിനെ വീടിനുള്ളിൽ കഴുത്തു മുറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവ് സംശയം ജനിപ്പിക്കുന്നുണ്ട്. അടച്ചിറക്കുന്ന സ്വദേശി ലൂക്കോസിനെയാണ് ഇന്ന് രാവിലെ 5:30 കിടപ്പുമുറിയിൽ ഭാര്യ ലിൻസി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലൂക്കോസിന്റെ മൃതദേഹത്തിന് സമീപത്ത് ഒരു കത്തി ഉണ്ടായിരുന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മൃതദേഹം കണ്ട ഉടൻ തന്നെ ലിൻസി മകനെ വിളിച്ചു. അതോടൊപ്പം തന്നെ സമീപ പ്രദേശത്തുള്ള നാട്ടുകാരെയും വിളിച്ചു. ഇവർ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ലൂക്കോസിനെ കണ്ടത്. തുടർന്ന് ഗാന്ധിനഗർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി പ്രാഥമിക പരിശോധനയിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ ഒരു പോലീസിനെ സംബന്ധിച്ച് ഒരു ചെറിയ സംശയം തോന്നിയത് കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ്. ഇത് സ്വയം കുത്തിയതാണോ, സ്വയം കഴുത്തറുത്തതാണോ, അതോ കൊലപാതകത്തിലേക്കുള്ള സാധ്യതയുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വിദേശത്താണ്, അബുദാബിയിലെ ഒരു ഓയിൽ കമ്പനിയിലെ എഞ്ചിനീയറാണ് ലൂക്കോസ്. കഴിഞ്ഞ മെയ്യിലാണ് നാട്ടിലെത്തിയത്. ചില കുടുംബ പ്രശ്നങ്ങൾ ലൂക്കോസിനുണ്ടതായി സമീപവാസികൾ പറയുന്നു. കാരണം ഈ വീട്ടിൽ നിന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായി പല കുടുംബ വഴക്കുകളും തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ സമീപവാസികൾ കേൾക്കാറുണ്ടായിരുന്നു. ഇതാണ് അവർക്ക് ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നത്. കാരണം ഇതൊരു ആത്മഹത്യ തന്നെയാണോ അതോ കൊലപാതകത്തിലേക്കുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം ഭാര്യയും മകനും മാത്രമാണ് വീട്ടിലുള്ളത്. അവരുമായി നിരന്തരം തർക്കമായിരുന്നു. അതോടൊപ്പം കിടപ്പുമുറിയിൽ മരിച്ചു കിടന്ന ഒരു ആത്മഹത്യ ചെയ്ത ഒരാള് അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നത് എന്തുകൊണ്ട് ഭാര്യ കണ്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. നാളെ ലൂക്കോസിന്റെ സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയമാണ് കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്. അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ലൂക്കോസ് നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ലൂക്കോസിന്റെ മരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഞെട്ടിപ്പിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. വീട്ടിൽ പരിശോധന നടത്തി. സമീപ പ്രദേശത്തുള്ളവരോടെല്ലാം പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തി. ഇതിലൊന്നും ഒരു ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഈ ആഴത്തിലുള്ള മുറിവാണ് പോലീസിന് ഒരു സംശയം സൃഷ്ടിക്കുന്നത്. ഭാര്യയെയും മകനെയും അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് ശരിക്കുമുള്ള മരണ കാരണമെന്ന് വ്യക്തമാകുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും പോലീസ് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കുക.